തൊലഹത്ത് റോയൽ കസ്റ്റമോട്ടോഴ്സ് ഗവർണർ. ഇന്ന് കാണിക്കുന്നത് നമ്മളെ UC സ്റ്റാൻഡേർഡ് വണ്ടി. അപ്പോൾ UC സ്റ്റാൻഡേർഡ് വണ്ടി നമുക്ക് പഴയ CI എഞ്ചിൻ്റെ മാതിരി അത്രയും സ്മൂത്തായിട്ട് സ്റ്റാർട്ടിങ് ആക്കി എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അപ്പോൾ ചില ആളുകളുണ്ട് കിക്കർ ഭയങ്കര ടൈറ്റാണ്, കിക്കർ പിന്നെ സ്റ്റാർട്ട് ആവുന്നില്ല, കിക്ക് ചെയ്താൽ സ്റ്റാർട്ട് ആവില്ല, കിക്ക് ചെയ്ത സാധനം റിട്ടേൺ അടിക്കുക എന്നുള്ളതൊക്കെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിൻ്റെ എയർ ഫിൽറ്റർ നോക്കുക. സ്പാർക്ക് പ്ലഗ് പുതിയതായിരിക്കണം, നല്ലതായിരിക്കണം. അതുമായി തന്നെ കാർബറേറ്ററിൻ്റെ ട്യൂണിങ് കറക്റ്റ് ആയിരിക്കണം. ഈ 3 സംഗതി ക്ലിയർ ആയാൽ വണ്ടി നമുക്ക് കൈകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് കാലൊന്ന് വെച്ചാൽ മതിയോ. അപ്പോൾ ആ ഒരു സംഗതി കാണിച്ചു തരാം. ഇപ്പോഴും കാർബറേറ്റർ ട്യൂൺ ചെയ്യുന്ന സമയത്ത് ഒരു 5 കിലോമീറ്റർ ഓടിക്കുക, അതല്ലെങ്കിൽ നല്ല വണ്ടി വാപ്പാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക കേട്ടോ. നമ്മളത് സ്റ്റാർട്ടിങ് കിട്ടുന്നില്ല, സ്റ്റാർട്ടായിട്ട് ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അറിയുന്നതുകൊണ്ട് പോയിന്റിലും കിട്ടും. പിന്നെ അതുമാതിരി സ്പാർക്ക് പ്ലഗ് രണ്ടും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് അയച്ച് നോക്കുക. ഇത് അയച്ചിട്ട് വണ്ടി സ്റ്റാർട്ടിങ് നിൽക്കണോ നോക്കണം. അത് ഓഫ് ആവുന്നുണ്ട് എങ്കിൽ വണ്ടിൻ്റെ അപ്പുറത്തെ സ്പാർക്ക് പ്ലഗ് അല്ലെങ്കിൽ അഡാപ്റ്റർ അല്ലെങ്കിൽ കോയിൽ ചെക്ക് ചെയ്യുക. അപ്പം ഇത് പ്രത്യേകിച്ച് ട്വിൻ സ്പാർക്ക് ആണെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ BS6 വണ്ടിയിൽ സിംഗിൾ പ്ലഗ് സ്പാർക്ക് പ്ലഗ് വരുള്ളൂ. അതുമാതിരി തന്നെ എയർ ഫിൽറ്റർ കറക്റ്റ് ആണോ. എയർ ഫിൽറ്റർ കുഴപ്പമില്ലാത്ത എയർ ഫിൽറ്റർ ആണ്, അടുത്ത് മാറിയതാന്ന് തോന്നുന്നു. എയർ ഫിൽറ്റർ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കണം. ഓവറായി ടോർക്ക് ടൈറ്റ് ചെയ്യരുത്. ഈ കോയിൽ ബെൻഡായി, ഈ കോയിലിന്റെ പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പേപ്പർ കംപ്ലീറ്റ് ബെൻഡായി പോകും. അതായത് കറക്റ്റ് ഓവറായി ടൈറ്റ് ചെയ്യാതെ ഒരു മീഡിയം ടൈറ്റിൽ മാത്രം എയർ ഫിൽറ്റർ എപ്പോഴും ടൈറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് കൈ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. പിന്നെ ഞാൻ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ, ഒന്ന് സ്പാർക്ക് പ്ലഗ് കറക്റ്റ് ആയിട്ട് നോക്കുക, 2 സ്പാർക്കുകൾ പിന്നത്തായിരിക്കും, അതിന്റെ അഡാപ്റ്റർ നോക്കുക, 2 അഡാപ്റ്റർ നോക്കണം, എയർ ഫിൽറ്റർ നോക്കണം, കാർബറേറ്ററിന്റെ ട്യൂണിങ് കറക്റ്റ് ആയിരിക്കണം. ഈ ഒരു 3 സംഗതി ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈ വണ്ടി UC സ്റ്റാൻഡേർഡ് പഴയ CI എഞ്ചിനുമായി തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് സ്റ്റാർട്ടാവുന്ന ഒരു വണ്ടിയാണ്. അതാണ് കാണിക്കാൻ പോകുന്നത്.